ഘടകകക്ഷിയുടെ സീറ്റ് ആയ സ്ഥിതിക്ക് ഘടകകക്ഷിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിലെ CPM ഈ സീറ്റ് നിർണ്ണയത്തിൽ ഇടപെട്ടു എന്നുള്ള തോന്നൽ ആചരിക്കുന്നത് അത് പൊതുവെ ജനങ്ങളുടെ ഇടയിലുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം RJD നിയോജക മണ്ഡലം കമ്മിറ്റി ചേർന്നതിന് ശേഷം പുറത്തുവിട്ട പ്രസ്താവനയിൽ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് ചാലക്കുടിയിലെ നിയോജക മണ്ഡലം കമ്മിറ്റി RJDയുടെ നേതാക്കൾ അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ചാലക്കുടിയിലെ ഈ നിയമസഭാ സീറ്റ് ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന സംഭവം. അതായത് 3 മാസങ്ങൾക്ക് മുൻപ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF മുന്നണിയിൽ വിജയിച്ച ഒരാളെ ഏറ്റവും പ്രാധാന്യമുള്ള നിയമസഭാ സീറ്റ് നൽകുക വഴി അത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു. ജനങ്ങളുടെ ഉള്ളിൽ ഈ മുന്നണി മാറ്റം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. വളരെ പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്തെങ്കിലും, പക്ഷെ അദ്ദേഹത്തിന്റെ ഈ മുന്നണി മാറ്റം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പല രാഷ്ട്രീയ മാറ്റങ്ങളും മുന്നണി മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ചാലക്കുടിയിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിനുണ്ടാകുന്ന പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് RJDയുടെ ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി ഇപ്പോൾ കമ്മിറ്റി യോഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കേരള കോൺഗ്രസിന് നൽകപ്പെട്ട സീറ്റ് കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് തീർച്ചയായിട്ടും CPM ഏറ്റെടുക്കേണ്ടതായിരുന്നു, അതല്ലെങ്കിൽ RJDക്ക് നൽകേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത്രയും കനത്ത ഒരു തോൽവി വരുമായിരുന്നില്ല എന്നാണ് RJD നേതാക്കന്മാർ പറയുന്നത്. 26,000 വോട്ടുകളിൽ പരം BD ദേവസ്യ ജയിച്ച ഒരു മണ്ഡലം, 3 പ്രാവശ്യം അടുപ്പിച്ച് CPMന്റെ സ്ഥാനാർത്ഥി ജയിച്ച ഒരു മണ്ഡലം. അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ബെന്നി ബെഹനാൻ ജയിച്ചപ്പോഴും 5,000 വോട്ടിന് മേലെ ഇവിടെ UDFന് ഭൂരിപക്ഷം കണ്ടെത്താൻ ചാലക്കുടി മണ്ഡലത്തിൽ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയ കനത്ത ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും LDF പുനർചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു തിരുത്തൽ ശക്തിയായിട്ട് തന്നെ RJD LDFനുള്ളിൽ ചാലക്കുടിയിൽ നിലകൊള്ളും. LDFന്റെ അടിത്തറ ഇപ്പോഴും വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ പ്രാതിനിധ്യമുള്ള മൂന്നാമത്തെ കക്ഷി എന്ന നിലയിൽ, LDFിലെ മൂന്നാമത്തെ കക്ഷി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു തിരുത്തൽ ശക്തി എന്ന രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് RJD പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവച്ചിട്ടുള്ളത്, ഘടകകക്ഷികൾ, അതായത് ജയഫേസ് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത് LDFിലെ സീറ്റ് നിർണ്ണയത്തിൽ ഇത് കേരള കോൺഗ്രസിന്റെ സീറ്റാണ്, ആ സീറ്റിൽ CPM പോലുള്ള ഘടകകക്ഷികൾ ഇടപെട്ടിരുന്നോ എന്നുള്ളൊരു ചോദ്യത്തിന് RJD പറഞ്ഞത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സംസാര വിഷയം ഉണ്ടായിരുന്നു എന്നാണ്. എന്തായിരുന്നാലും ഈ കടുത്ത വിമർശനങ്ങൾ, അതായത് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തോൽവി കനത്ത തോൽവി LDFനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള RJD വിമർശനവുമായിട്ട് അവരുടെ നിയോജകമണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത്. ചാലക്കുടിയിൽ LDFന് സീറ്റ് നൽകിയ രീതി ഊഹോഭാവങ്ങൾക്ക് ഇട നൽകിയാക്കിയെന്നാണ് RJDയുടെ ഒരു വിലയിരുത്തൽ. 3 മാസം മുമ്പ് UDFിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളെ പ്രാധാന്യമുള്ള നിയമസഭാ സീറ്റിൽ മത്സരിക്കാനായിട്ട് ചാലക്കുടിയിലെ ജനങ്ങൾക്കിടയിൽ സീറ്റ് നൽകിയെ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾക്ക് പ്രചരിപ്പിക്കാനായിട്ട് ഇടയാക്കി. LDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ കനത്ത തോൽവിക്ക് അത് കാരണമായിട്ടുണ്ട്. RJDയുടെ നിയമസഭാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. മുന്നണി മാറ്റവും രാഷ്ട്രീയ മാറ്റവും ഒക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ യാതൊരു രാഷ്ട്രീയ കാരണവും ചാലക്കുടിയിൽ ഉണ്ടാകാത്തതും പരാജയത്തിൻ്റെ ആക്കം കൂട്ടി. കേരള കോൺഗ്രസിന് മത്സരിക്കാൻ ഉചിതമായ ആളില്ലെങ്കിൽ ചാലക്കുടി സീറ്റ് അവർക്ക് നൽകുവാൻ പാടില്ലായിരുന്നു. CPM ഈ സീറ്റ് ഏറ്റെടുക്കുകയോ അല്ലാത്ത പക്ഷം നിരവധി തവണ മത്സരിച്ച RJDയെ പരിഗണിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ജനങ്ങളിൽ നിന്നും ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല. ഏതാനും മാസം മുമ്പ് നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പണം നൽകി വോട്ട് വാങ്ങിച്ചു എന്ന LDF നേതാക്കളുടെ ആരോപണം നടത്തിയ പത്രസമ്മേളനം സോഷ്യൽ മീഡിയയിൽ UDF വൻ പ്രചരണം നടത്തിയത് മുന്നണിക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി മികച്ച പൊതുപ്രവർത്തകനാണെന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയുടെ പ്രവേശനവും മുന്നണി മാറ്റവും സീറ്റ് തരപ്പെടുത്തുവാനുള്ള മറുകണ്ഠച്ചാട്ടമായി വ്യാഖ്യാനിക്കപ്പെട്ടു. CPM സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 4 ലക്ഷത്തിലധികം കഴിഞ്ഞ 3 ടേമായിട്ട് വോട്ടുകൾ ലഭിച്ച് BD ദേവസ്യേട്ടൻ വിജയിച്ചു. UDFന് അനുകൂലമായ കുത്തൊഴുക്കുണ്ടായ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പോലും 5,000 വോട്ടിന്റെ ഡിഫറൻസ് UDFും LDFും തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ. ചാലക്കുടി ഇപ്പോഴും LDFന് ജനകീയ അടിത്തറയുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കുവാൻ മുന്നണിയിലെ അസംബ്ലി പ്രാതിനിധ്യമുള്ള മൂന്നാം കക്ഷി എന്ന നിലയിൽ ഇടതുപക്ഷ ആശയങ്ങൾക്ക് കരുത്ത് നൽകിക്കൊണ്ട് ശക്തമായ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കും. സമാന ചിന്താഗതിയുള്ള പൊതുരാഷ്ട്രീയ പ്രവർത്തകരെ കൂട്ടിച്ചേർത്തുകൊണ്ട് RJDയുടെ ശക്തിബലം വികസിപ്പിക്കുന്നതിനായിട്ട് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. യോഗത്തിന് പാർട്ടിയുടെ നിയമമണ്ഡലം പ്രസിഡന്റ് ശ്രീ പോൾ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. കുറച്ച് നാളുകളായിട്ട് ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ RJD LDFിന്റെ അകത്ത് വലിയ പരിഗണനകൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് നിയമമണ്ഡലം. തീർച്ചയായിട്ടും ഉണ്ട്.
പരിഗണനകൾ സംസ്ഥാന തലത്തിൽ തന്നെ RJD കഴിഞ്ഞ 5 വർഷം MLA ഉണ്ടായിട്ടും അധികാരത്തിന്റെ ഭാഗത്തുനിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പല ബോർഡ് കോർപ്പറേഷനുകളും അതിനകത്ത് നമുക്ക് നൽകാതിരുന്നിട്ടുണ്ട്. എന്നിരുന്നാലും RJD ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് LDFന്റെ ഇടതുപക്ഷ ജനാധിപത്യ മര്യാദകൾക്കനുസരിച്ച് അതിലൊരു ഘടകകക്ഷി എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് ശക്തി നൽകാൻ വേണ്ടിയിട്ട് RJDയുടെ കഴിവിന്റെ പരമാവധി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ചാലക്കുടിയിൽ തന്നെ ഒരു ന്യൂനപക്ഷ മുഖമായിട്ടും അതുപോലെ RJDയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള യൂത്ത് മാസ്റ്റർ അദ്ദേഹത്തെ പലപ്പോഴായിട്ട് മാധ്യമങ്ങളിലൂടെ സംസ്ഥാനത്ത് പല സീറ്റുകളും പരിഗണിക്കുന്നതൊക്കെ കേട്ടുകളി ഉണ്ടെങ്കിലും അദ്ദേഹത്തെ യാതൊരു പരിഗണിച്ചില്ല. നിയോജകമണ്ഡല കമ്മിറ്റി എന്നുള്ള രീതിയിൽ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നായിട്ട് വെച്ചിട്ടുണ്ടാവും? അല്ല, ചാലക്കുടി നിയമമണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും ഈ പാർട്ടിക്ക് ഈ സീറ്റ് വേണമെന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പാർട്ടി സ്ഥാനാർത്ഥിനെ ആരെ നിർണ്ണയിക്കുക എന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും പാർലമെന്റ് ബോർഡുമാണ് തീരുമാനിക്കുന്നത്. നമുക്ക് നിർദ്ദേശിക്കാൻ നമുക്ക് സാധിക്കും, അത് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഊഹാപോഹങ്ങളിലൂടെയാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തി എന്നുള്ളൊരു ഇത് പറഞ്ഞല്ലോ. ഈ LDF ചേരുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് LDF കമ്മിറ്റി കൂടുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു വിഷയം നിങ്ങൾ RJD ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഇവിടെ പാലിച്ചുണ്ടാവും പറയുന്നുണ്ടാവും. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമാണ് LDFൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നത്. അതിൽ പിന്നീട് ചർച്ച ചെയ്തതിൽ അത് പ്രസക്തിയില്ലല്ലോ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു കഴിഞ്ഞില്ല. യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെയാണ് ഈ സ്ഥാനാർത്ഥി. അല്ല, അത് ഘടകകക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിനാണ് സീറ്റ്. ആ സീറ്റിൽ അവരാണ് തീരുമാനിക്കുന്നത് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത്. ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ നമുക്ക് ഇടപെടാനായിട്ടുള്ള സാധ്യതകളില്ല. നമുക്ക് നമ്മുടെ സീറ്റായിരുന്നു ജോർജ് MLA ആയിരുന്ന മണ്ഡലമായിരുന്നു. ഒരു ഘടകക്ഷിക്ക് മാത്രമല്ല, നമ്മുടെ ഘടകകക്ഷി ഭാഗമായിരുന്നു. ആ സമയത്ത് നമ്മൾ ധരിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ഒരുപാട് ദളിത് വിഭാഗങ്ങൾക്കും ഘടകകക്ഷി നിലപാടിലൂടെയാണ് ഈ ഇതിന്റെ കേന്ദ്ര സംവിധാനത്തിലുള്ള പാർട്ടി എന്ന് പറയുന്ന സീറ്റ് RJD കൊടുത്തത്. അത് നമ്മൾ ഓരോ മേഖലയിലും അതിന് പ്രാതിനിധ്യമുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരെ യോജിപ്പിച്ച് കൂട്ടായി ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയാത്തതിന്റെ ഫലമായിട്ടാണ് ഈ തോൽവി.